ഇറവറൻസ്, മണ്ണെണ്ണയൊക്കെ തീർന്നോ? ബഹുമാനക്കുറവ്. ഈ ബാർബർക്ക് എന്തിനാണ് എനിക്ക് വിശക്കണു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു പുതിയ സിനിമയെ പറ്റി ഉള്ള ഒരു റിവ്യൂ ആണ്. നമ്മളെ OTT ഇപ്പോൾ അടുത്തിറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി, കുഞ്ചാക്കോ ബോബൻ. അപ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു പോലീസ് വേഷം, ഇതാദ്യമായിട്ടാണോ നമ്മൾ പോലീസ് വേഷം കാണുന്നത് കുഞ്ചാക്കോ ബോബനെ? ചിലപ്പോൾ മുമ്പ് കണ്ടു കാണും, പക്ഷേ ഇത്രയും ഒരു ഹാർഡ് കോർ പോലീസ് ഓഫീസർ വേഷം നമ്മൾ കാണുന്നത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അല്ലേ. കുറച്ച് ഭയങ്കര സീരിയസ് ആയിട്ട്, കുറച്ചുകൂടി ഒരു ഭയങ്കര ഒരു സ്റ്റേൺ പോലീസ് ഓഫീസർ, ഭയങ്കര ഡ്യൂട്ടി ഓറിയൻറ്റഡ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു പോലീസ് ഓഫീസറിനെ ആദ്യമായിട്ട് കാണും. ഭയങ്കര മുൻചുണ്ടിക്കാരൻ, അങ്ങനെയൊക്കെയുള്ളൊരു കുഞ്ചാക്കോ ബോബൻ്റെ ഒരു പോലീസ് വേഷം നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഓഫീസർ ഓൺ ഡ്യൂട്ടി, ജിത്തു അഷ്റഫ് എന്നാണ് ഡയറക്ടറുടെ പേര്. അപ്പോൾ ജിത്തു അഷ്റഫിൻ്റെ ആദ്യത്തെ സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, മെയിൻ ഡയറക്ടോറിയൽ ഡെബ്യൂ എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ ഇതിനു മുമ്പ് പുള്ളി വേറെ നല്ല നല്ല സിനിമകളിലൊക്കെ പുള്ളി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇരവിഴ, പൂഞ്ചിറ, പിന്നെ നായാട്ട്, ഇതിലൊക്കെ പുള്ളിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും അതിലെ കുറേ സംഭവങ്ങളൊക്കെ പുള്ളിക്ക് ഇതിൽ ശരിക്കും ഗുണം ചെയ്തിട്ടെന്ന് പറയണം ഈ സിനിമ ചെയ്യുമ്പോൾ. ബിക്കോസ് ഞാനിപ്പോൾ കണ്ട ഒരു 2025 ഇപ്പോൾ OTT-യിലൊക്കെ ഇറങ്ങി നമ്മൾ കണ്ട കുറേ സിനിമകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മൂവി ഗംഭീരമായിട്ടുണ്ട്. ശരിക്കും ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂഷൻ ഭയങ്കര കിടലാണ്. നമുക്ക് അങ്ങനെ വലിയ ടെക്നിക്കൽ എറേഴ്സോ അല്ലെങ്കിൽ പാളിച്ചകളോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ആക്ടിങ് വൈസ് ഒരുവിധം എല്ലാ കാസ്റ്റും, ഈവൻ നമ്മൾ കടയിലേക്ക് വന്ന ആൾക്കാരൊക്കെ പറയില്ലേ ഈ തുണിക്കടയിൽ, അവർ വരെ ഗംഭീരമായിട്ട് ആ ഒരു സീനിന് അനുയോജ്യമായിട്ടുള്ള ആ ഒരു ഇതിനു വേണ്ടി രീതിയിൽ കറക്റ്റായിട്ട് എല്ലാം പെർഫെക്ഷൻ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു ഈ സിനിമയിൽ. അപ്പോൾ ഇതിലെ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? നമ്മളെ കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, ജഗദീഷ്, പിന്നെ ആ ഒരു നമ്മളൊരു വില്ലൻ പയ്യനുണ്ടല്ലോ, പുള്ളീനെ ഞാൻ മുമ്പ് ഒരു റിവ്യൂ ചെയ്തപ്പോൾ, മറ്റേ എമർജൻസിയുടെ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈവൻ അടിപൊളിയാണെന്ന്. അതിൻ്റെ പേരെന്തോ അവിടെ, വിശാഖ് നായർ, ക്രിസ്റ്റി സേവിയോ, ഇതാണ് ആ പുള്ളി കട. ക്രിസ്റ്റി സേവിയോ എന്നുള്ള റോളാണ് അഭിനയിക്കുന്നത്. പിന്നെ ഇതിൽ വേറെ കുറേ ആൾക്കാരുണ്ട്, മീനാക്ഷി അനൂപ് അങ്ങനെയുള്ള, പിന്നെ ശ്രീകാന്ത് മുരളി. പക്ഷേ മെയിനായിട്ട് ഈ വിശാഖ് നായറും കുഞ്ചാക്കോ ബോബനും അവർ തമ്മിലുള്ളൊരു ദ വില്ലൻ ഹീറോ ആ ഒരു ഏറ്റുമുട്ടലും അങ്ങനെയൊക്കെയാണ് സിനിമയിൽ പോകുന്നത്. സോ പടം ഗംഭീരമായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. OTT-യിലാണ് കണ്ടെങ്കിലും നല്ല എഫക്റ്റ് ആയിരുന്നു. നെറ്റ്ഫ്ലിക്സാണ് വന്നിരിക്കുന്നത്. സോ സൗണ്ടും എല്ലാം അടിപൊളിയായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിലിട്ട് കാണുമ്പോൾ ഡോൾബി അറ്റ്മോസിലാണ് കാണുന്നത്. സോ കിടലായിരുന്നു, സൗണ്ടൊക്കെ അടിപൊളിയായിരുന്നു. വ്യൂവിങ് എക്സ്പീരിയൻസ് സൂപ്പർബായിരുന്നു. പിന്നെ കുഞ്ചാക്കോ ബോബൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എൻഡിങ് വരെ പുള്ളി ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻസും പേസും എല്ലാം ഒരു സീനിൽ പോലും അത് കൈവിടാതെ എൻറ്റയർലി അത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു വലിയ സംഭവം. നമ്മളെപ്പോഴും കുഞ്ചാക്കോ ബോബനെ കാണുന്നപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ ഒരു ചോക്ലേറ്റ് ഹീറോ, പക്ഷെ അതിൽ നിന്നൊക്കെ വിട്ട് പുള്ളി ആകെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ടും പുള്ളി എടുത്തിരിക്കുന്ന എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടൊക്കെ ഈ സിനിമയിൽ ശരിക്കും നമുക്ക് കാണാം. അതാണ് ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു ഹൈലൈറ്റ്. പിന്നെ പ്രിയാമണി ആസ് യൂഷ്വൽ ഷീ ഡിഡ് റോൾ വെരി വെൽ. പുള്ളി അങ്ങനെ ഒരു ഭയങ്കര ഗംഭീരമായിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു റോളൊന്നും പ്രിയാമണിക്ക് കൊടുത്തിട്ടില്ല. ചില സീനുകളിൽ മാത്രം കുറച്ചൊന്ന് ഒരു പമ്പിങ് സീൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫാമിലി മാനിലൊക്കെ കണ്ടെന്ന പോലെ അത്രയ്ക്കുള്ളൊരു ഡെപ്തുള്ളൊരു സീൻസ് ഒന്നും ഇല്ല. ചില സീനും കുറച്ച് ഉണ്ട്, എന്നാലും പ്രിയാമണിക്ക് ഫുൾ എഫേർട്ട് ഇട്ടിട്ട് ചെയ്യാനുള്ള കുറേ സീൻസ് ഒന്നും അത്രയ്ക്കുള്ള വരുന്നില്ല. എന്നാലും പ്രിയാമണിയുടെ ക്യാരക്ടർ പെർഫെക്റ്റ് ആണ്.
ജഗദീഷ് പിന്നെ ആസ് യൂഷ്വൽ ഹി കംസ് ആൻഡ് ഗോസ്. ഒരു എഫേർട്ട്ലെസ് എന്നാണ് പറയുന്നത്. ആ വരുന്നു അഭിനയിക്കുന്നത് തിരിച്ചു പോകുന്നു. ആള് ഭയങ്കരമായിട്ട് മാറി. ആ കോമഡി എന്നൊക്കെ വിട്ടിട്ട് അത് കംപ്ലീറ്റ് മാറി. അപ്പോൾ നമ്മൾ ഈ അടുത്തുള്ള സിനിമകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജഗദീഷിൻ്റെ ഒരു ചേഞ്ച് ഓഫ് ഒരു മേക്ക് ഓവറും ചേഞ്ചും ഒക്കെ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പയ്യൻ അവൻ്റെ പ്രസൻസും ആ ഒരു അവർ വരുമ്പോൾ ഉള്ള പിന്നെ ജേക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷെ പാട്ടുകൾ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് വലുതായിട്ടുണ്ട് ഒരു റാപ്പ് സോങ് ഒക്കെ ഉണ്ട്, അത്രയ്ക്ക് അങ്ങോട്ട് വലുതായിട്ട് തോന്നിയില്ല. പക്ഷെ എന്നാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിടലായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സംഘടനം പിന്നെ ചേസിങ് ആ ഒരു ക്രൂഷ്യലായിട്ടുള്ള എൻഡിങ് സീൻസ് അവിടെയൊക്കെയുള്ള മ്യൂസിക് ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് എൻഡിങ് എന്താ പറയുക കുറച്ചുകൂടി ബ്രൂട്ടൽ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്രയ്ക്ക് ഈസി ആയിട്ട് അവന്മാരെ ചെയ്തത് വളരെ ഒരു എന്താ പറയുക അതൊരു എന്താ പറയുക പൊയറ്റിക് ജസ്റ്റിസ് എന്ന് പറയുന്ന പോലെ അതൊരു ഇറ്റ്സ് ഓക്കെ. പക്ഷെ എന്നാലും കുറച്ചുകൂടി ഒരു ബ്രൂട്ടൽ എൻഡിങ് ആവശ്യമായിരുന്നു വില്ലന്മാർക്ക് എന്നെനിക്ക് തോന്നി. ബിക്കോസ് അവർ ചെയ്തിരിക്കുന്ന സംഭവങ്ങളും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മാർക്കോലൊക്കെ നമ്മൾ പറയില്ല ബ്രൂട്ടാലിറ്റി നീഡ്സ് ബ്രൂട്ടാലിറ്റി, അല്ലാണ്ട് ഈസി ആയിട്ട് അങ്ങോട്ട് തട്ടിക്കളയല്ല. അതിന് ദ എൻഡിങ് വാസ് നൈസ്. അത് നമ്മൾ അത് ഉറപ്പായിട്ടും ആ എക്സ്പെക്ടേഷൻ നമുക്കുണ്ട്. അങ്ങനെ എൻഡിങ്ങിൽ അവർ വില്ലൻ അവരങ്ങനെ ചെയ്യുന്ന കുഞ്ചാക്കോ ബോബൻ അവരെ വെറുതെ വിടില്ല എന്ന് നമുക്കറിയാം ആ ക്യാരക്ടർ. ബിക്കോസ് അവൻ അത്രയും അനുഭവിച്ചിട്ടുണ്ട് ആ ക്യാരക്ടർ. അപ്പോൾ ഉറപ്പായിട്ടും അതങ്ങനെ വരുള്ളൂ എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. എന്നാലും ഓവറോൾ ഇറ്റ്സ് എ വെരി ഫാന്റാസ്റ്റിക് ത്രില്ലർ എന്ന് പറയണം. നല്ല അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ഇസ് വെരി ഗുഡ്. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വൈസ് ടെക്നിക്കൽ ക്യാമറ ആംഗിൾസ് അത് ഇത് ലൈറ്റിങ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇറ്റ്സ് എ നൈസ് മൂവി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.